ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കണേ. ആന്റണിയും അതുപോലെ തന്നെ പ്രവീണും തമ്മിൽ സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പ്രവീണ് ആന്റണിയുടെ അടുത്ത് പറയുന്നുണ്ട്, എവിടെയെങ്കിലും ജോലി കിട്ടുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജയിലിൽ പോയി വന്നതുകൊണ്ട് തന്നെ എനിക്ക് ആരും ജോലി തരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ആന്റണി ആണെന്നുണ്ടെങ്കിൽ പ്രവീണിന്റെ അടുത്ത് ചോദിക്കുന്നത്, നിനക്ക് എന്തിനാടാ ജോലി? നീ ഇടയ്ക്കിടയ്ക്ക് ശ്രുതിയുടെ കയ്യിൽ നിന്നും പണം കറക്കി എടുക്കുന്നില്ലേന്ന് ചോദിക്കുവാണേ. ഇപ്പോ അതും ഇല്ലല്ലോ, നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് മാത്രമേ അവളടുത്ത് പണം ചോദിക്കാവൂ എന്നുള്ള കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ഞാൻ കുറച്ച് പണം അവളടുത്ത് ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ടേ. നീ എന്തായാലും ഇപ്പൊ പണം ചോദിക്കാനൊന്നും പോണ്ട. ഞാൻ അവളടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവളടുത്ത് കാശ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് വരാൻ വേണ്ടി പറഞ്ഞത്. അവരുടെ സംസാരത്തിനിടയിൽ ശ്രുതി വന്നു എന്നുള്ള കാര്യം ആന്റണിയുടെ കൂടെയുള്ള ഒരുത്തം വന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ പ്രവീണിന്റെ അടുത്ത് അവിടുന്ന് മാറാനും ആന്റണി ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ശ്രുതി ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ എന്തിനാ വരാൻ വേണ്ടി പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. നീ ഇരിക്കി ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് എടുത്ത് ശ്രുതിക്ക് നേരെ നീട്ടുവാണ്. എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ആ ബോക്സ് മേടിക്കുന്നുണ്ട്. ഉടനെ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കാനാണ് പറയുന്നത് ആന്റണി. ചെയിനാണ് കേട്ടോ. ഇതെന്തിനാ നീ എനിക്ക് കാണിച്ചതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഇത് ഞാൻ അറിയുന്ന ഒരാളുടെ ചെയിനാണ്. ഇതിനെന്തായാലും ഒരു 3 ലക്ഷം രൂപയുടെ മേലെ വില വരും. പഴയ മോഡലുമാണ്. അവരെനിക്ക് ഈ ചെയിൻ ആണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയ്ക്കാ തന്നത്. അതെന്തിനാ ഇത്രയും രൂപ കുറച്ച് തന്നെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അവർക്കെന്തോ പണത്തിന് അത്യാവശ്യം, അതുകൊണ്ട് എനിക്ക് തന്നതാണ്. ഇപ്പോ എനിക്കും ചെറിയ പണത്തിന് ആവശ്യം വന്നു. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. ഈ ചെയിൻ വേണമെന്നുണ്ടെങ്കിൽ നീ മേടിച്ചോ. അവരെനിക്ക് തന്ന അതേ വില തന്നെ തന്നാ മതി. ഇത് പുറത്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനും പൈസ കിട്ടും. പക്ഷേ അതിനു മുമ്പ് നിനക്ക് വേണോ എന്നുള്ള കാര്യം ഞാൻ ചോദിക്കാന്ന് വിചാരിച്ചു. അതെന്തിനാ നീ എനിക്ക് വേണോ എന്നുള്ള കാര്യം ചോദിക്കുന്നത്? മറ്റൊന്നും കൊണ്ടല്ല, നീ എനിക്ക് എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തു തരുന്നുണ്ട്. പിന്നെ നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഫ്രണ്ട്സ് അല്ലേ. എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത ശ്രുതിക്കും ഞാനും എന്തെങ്കിലും ഉപകാരം ചെയ്യണല്ലോ. നീ നോക്ക്, നിനക്ക് പറ്റുമെങ്കിൽ നീ എടുത്തോ എന്ന് ശ്രുതിയുടെ അടുത്ത് ആന്റണി പറയുന്നുണ്ട്. ആ ഡിസൈനൊക്കെ കാണുമ്പോ തന്നെ ശ്രുതിക്ക് അത് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ശരി, ഞാൻ എന്തായാലും ഇത് മേടിക്കാം. പക്ഷെ പണം ഇപ്പൊ എന്റെ കയ്യിലില്ല. പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് സമയം തരണമെന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ തരാം, പക്ഷെ ഒരുപാട് സമയമൊന്നും തരാൻ വേണ്ടി പറ്റില്ല. കാരണം എനിക്കും പണത്തിന്റെ ആവശ്യമുണ്ടെന്ന് പറയാണേ. പണം റെഡി ആയതിനു ശേഷം ഞാൻ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അറേഞ്ച് ചെയ്ത ശ്രുതിയാണെങ്കിൽ ആ ഗോൾഡ് ചെയിന് ഉടനെ തന്നെ മേടിക്കുന്നുണ്ട് കേട്ടോ. മേടിച്ചിട്ട് അത് ചന്ദ്രയ്ക്ക് കൊടുക്കാനുള്ള പദ്ധതിയാണ്. വേറൊന്നും കൊണ്ടല്ല, ശ്രുതിയോടുള്ള ദേഷ്യമൊക്കെ മാറാൻ വേണ്ടിയിട്ട്. സ്വർണവും അതുപോലെ പണവും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രവന്തി എന്തായാലും അവിടെ വീഴുന്നുള്ള കാര്യം ശ്രുതിക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് തന്നെ ഈ ചെയിന് ആന്റിക്ക് ഗിഫ്റ്റ് ചെയ്യാനാണെന്നുള്ള കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ശ്രുതി ഈ സ്വർണമാല ആന്റണിയുടെ കയ്യിൽ നിന്ന് മേടിച്ചത്. അതും ഓൾഡ് മോഡൽ ആയതുകൊണ്ട് തന്നെ ആന്റിയെ പോലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും അവർക്ക് അത് ഇട്ട നല്ല രസം ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ശ്രുതി ആ സ്വർണമാല മേടിക്കുന്നത് കേട്ടോ. ചന്ദ്രയെ സോപ്പിടാൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങളെല്ലാം തീർന്ന് വീട്ടിലെത്തിയിട്ടും നമ്മുടെ ശ്രുതിക്ക് ഒരു സൗകര്യം കൊടുക്കുന്നില്ല കേട്ടോ ചന്ദ്ര. രേവതിയെ നടത്തുന്നതിനേക്കാളും മോശപ്പെട്ട രീതിയിലാണ് ചന്ദ്രമതി ശ്രുതിയെ നോക്കിക്കാണുന്നത്. കാരണം ഒന്നുമില്ലാത്ത വീട്ടിലെ ആളാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനിയിപ്പോ എന്തായാലും ആ രീതിയിൽ തന്നെ ചന്ദ്ര ശ്രുതിയെ നടത്തുള്ളൂ. അതിൽ നിന്ന് മോചനം കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ശ്രുതി ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. 1 ലക്ഷം രൂപയ്ക്ക് സാധനം മേടിച്ചിട്ട് 3 ലക്ഷത്തിലും മേലെ വില വരുന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കല്ലോ. ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ സ്വർണം, ആഭരണങ്ങൾ, ഡ്രസ്സ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ശ്രുതി അത് മേടിച്ച് നേരെ വീട്ടിലേക്ക് വരുവാണേ. ശ്രുതി വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ നീ എവിടെ പോയിട്ട് വരികയോ എന്ന് ഭയങ്കര അമ്മായിമ്മയെ പോലെ ചോദ്യം ചെയ്യുന്നൊക്കെ ഉണ്ട് ചന്ദ്ര. ഉടനെ തന്നെ ബാഗിൽ നിന്ന് ആ ചെയിനിന്റെ ബോക്സ് എടുത്തിട്ട് ചന്ദ്രമതിക്ക് നേരെ നീട്ടുകയും എന്നിട്ട് അത് തുറന്ന് കാണിക്കുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ അതിങ്ങനെ നോക്കുന്നുണ്ട്. ആന്റി ഇത് എന്താന്നുള്ള കാര്യം മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ, എന്താ നീ എന്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് എനിക്ക് കണ്ണ് കാണില്ലെന്നാണോ നിന്റെ വിചാരം? ആന്റിക്ക് ഇത് കാണുന്ന സമയത്ത് ആന്റിയുടെ ചെറുപ്പകാലം ഓർമ്മ വരും. കാരണം ഇത് വിന്റേജ് മോഡൽ ചെയിൻ ആണെന്ന് പറയാണേ. ചന്ദ്രയ്ക്ക് ശ്രുതിയോട് ദേഷ്യമാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതങ്ങ് മേടിക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. ഒരു മടിയോട് കൂടിയിട്ട് ഇങ്ങനെ മുഖത്ത് നോക്കാതെ ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നൊക്കെ ഉണ്ട്. ശരി, അതിനിപ്പോ എന്താ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ആന്റി, എനിക്ക് സ്ഥിരമായിട്ട് ഒരു ക്ലയന്റിന്റെ അടുത്തുനിന്ന് മേക്കപ്പ് ഇടാനുള്ള ഓർഡേഴ്സ് ഒക്കെ വരാറുണ്ട്. അവര് എനിക്ക് വലിയൊരു എമൗണ്ട് തന്നപ്പോ ആ എമൗണ്ടിൽ നിന്ന് ഞാൻ ആന്റിക്ക് ഇത് മേടിച്ചോണ്ട് വന്നതെന്ന് പറയുന്നുണ്ട്. ആന്റിക്കാന്ന് പറയുന്നില്ലേ? അതിനിപ്പോ എന്താന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ആന്റി, ഞാൻ ഇത് ആന്റിക്ക് വേണ്ടി മേടിച്ചതാണ്. ശ്രുതി എന്തായാലും ആന്റിയെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ചെയിന് കൊടുത്ത് സോപ്പിടാനുള്ള പരിപാടിയാന്ന് വർഷ പറയുന്നുണ്ട്. എന്തായാലും അമ്മ ഇതൊന്നും മേടിക്കാൻ വേണ്ടി പോകുന്നില്ലെന്ന് ശ്രീകാന്ത് പറയുമ്പോ
ഇത് ആന്റി മേടിക്കും, ഉറപ്പാണ്. 500 രൂപയ്ക്ക് ബെറ്റ് വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രീകാന്തും അതുപോലെ വർഷയും തമ്മില്. ചന്ദ്രൻ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ രവിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രൻ നിനക്ക് വേണ്ടി മേടിച്ചാന്നല്ലേ പറഞ്ഞത്, മേടിച്ചോന്ന് പറയാണേ. ഇവളെന്തിനാണ് എനിക്ക് വേണ്ടിയിട്ട് മേടിക്കുന്നത്, ഞാൻ ഇവളുടെ അടുത്ത് മേടിക്കാൻ വേണ്ടി പറഞ്ഞെന്നൊക്കെ ചന്ദ്രൻ ഇങ്ങനെ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. പക്ഷെ ചന്ദ്രയ്ക്ക് ആ മോഡലും ചെയിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ആന്റി എന്റെ അടുത്ത് ചോദിക്കില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം, പക്ഷെ ആന്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് തോന്നി, അതുകൊണ്ട് മേടിച്ചതാണ്. ആന്റി എന്ന് പറഞ്ഞിട്ട് ആ മാല ഇങ്ങനെ നീട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രയ്ക്ക് നേരെ. ഇത് കണ്ടിട്ട് നല്ല വിലയുണ്ടെന്നുള്ള കാര്യം തോന്നല്ലോ എന്ന് പറയുമ്പോ അതെ അങ്കിൾ, ഡയമണ്ട് ഒക്കെ ഉണ്ട്, നല്ല റേറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം വർഷ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഇത് വാങ്ങുന്ന കാര്യത്തെ കുറിച്ച് ശ്രുതി എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്ന് ശ്രുതി ചോദിക്കുമ്പോ അഡ്വാൻസ് ഇപ്പോഴാണ് വന്നത്, അതാണ് ഞാൻ ആന്റിക്ക് വേണ്ടിയിട്ട് ഇത് മേടിച്ചത്. ഇതാ ആന്റി, വിന്റേജ് മോഡലാണ്, ആന്റി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും. ചെയിന് കണ്ടിട്ട് ശ്രുതിയും അമ്മയെ സോപ്പിടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അമ്മ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്കും നല്ല ഭംഗി ഉണ്ടാവുമെന്ന്. എന്താടാ നീ അവൾക്ക് വേണ്ടി സംസാരിക്കുകയാണോ എന്ന് ശ്രുതിയുടെ അടുത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ടേ. ആന്റി ഞാൻ ഇത് ആന്റിക്ക് വേണ്ടി മേടിച്ചതാണ്, പ്ലീസ് ആന്റി മേടിക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശ്രുതി ചന്ദ്ര അടുത്ത് മേടിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും വേണ്ട എന്ന് ചന്ദ്ര പറയണേ. ഉടനെ ശ്രീകാന്ത് കേട്ടില്ലേ, അമ്മ ദേഷ്യത്ത് തന്നെയാണ്, അമ്മ എന്തായാലും ആ മാല മേടിക്കാനൊന്നും പോകുന്നില്ല, നീ 500 രൂപ എനിക്ക് തരേണ്ടി വരുന്നൊക്കെ പറയണേ. ശ്രീകാന്ത് നീ വെയിറ്റ് ചെയ്യേ, എന്തിനാ ശ്രുതി ഇത്രയും പണമൊക്കെ വന്നപ്പോ നീ ഇത് മേടിച്ചത്, നിന്റെ കയ്യിൽ സേവിങ്സ് ആയിട്ട് വെച്ചാൽ പോരായിരുന്നോ എന്ന് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിലും രവിയേട്ടൻ സമ്പാദിച്ച കാശുകൊണ്ട് എനിക്ക് സ്വർണ്ണൊക്കെ മേടിച്ചു തരാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ചന്ദ്ര എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും നിനക്ക് ചെയ്തു തന്നിട്ടുണ്ട്, ഇനിയിപ്പോ അങ്കിളിന് പറ്റിയില്ലെങ്കിൽ എന്താ ആന്റിക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചു തരുമല്ലോ എന്ന് ശ്രുതി പറയുന്നുണ്ട്. അല്ല നീ എന്തിനാ എനിക്ക് വേണ്ടി മേടിച്ചു തരുന്നതാണ് ചന്ദ്ര ചോദിക്കുന്നത്. അമ്മേ, അവള് ആഗ്രഹത്തോട് കൂടിയിട്ട് അമ്മയ്ക്ക് മേടിച്ചതല്ലേ, അമ്മ അത് മേടിച്ചോ എന്ന് ശ്രുതി വീണ്ടും പറയുവാണേ. എന്താടാ ഞാൻ സ്വർണത്തിനും പണത്തിനൊക്കെ വേണ്ടിയിട്ട് ആർത്തി പിടിച്ച് നടക്കുവാണെന്നാണോ ഇവള് വിചാരിച്ചോണ്ടിരിക്കുന്നത്? സ്വർണ്ണം എന്തെങ്കിലും മേടിച്ചിട്ട് സ്വർണം മേടിച്ചുകൊണ്ട് തന്നിട്ട് എന്റെ മനസ്സ് മാറ്റാന്നായിരിക്കും ഇവള് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇവള് വലിയ മലേഷ്യക്കാരിയാണ്, പണക്കാരിയാണെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചവളല്ലേ. ആന്റി, എന്റെ പ്രൊഫഷൻ വെച്ചിട്ട് എനിക്ക് നന്നായിട്ട് സമ്പാദിക്കാൻ വേണ്ടി പറ്റുമെന്ന് ശ്രുതി പറയുന്നുണ്ട്. പിന്നെ നീ കുറെ ഉണ്ടാക്കും. ചന്ദ്ര നീ എന്തിനാ ഇങ്ങനെ പരിഹസിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് രവി ചോദിക്കുമ്പോ, പിന്നെ അല്ലാതെ ഇവൾക്ക് ഞാന് പലിശയ്ക്ക് പണം എടുത്ത് കൊടുത്തിട്ടാണ് പാർലർ ആരംഭിച്ചു കൊടുത്തത്, അത് ഇവള് വിറ്റ് കളഞ്ഞു. ഇപ്പോ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അലഞ്ഞു തിരിഞ്ഞിട്ടാണ് അവള് സമ്പാദിക്കുന്നത്. അതുകൊണ്ട് സംഭവിച്ചു കഴിഞ്ഞാലും എന്തോരം ഇവൾക്ക് സമ്പാദിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിലും ഇവളും ഒന്നുമില്ലാത്ത വീട്ടിൽ തന്നെ ഉള്ളതല്ലേ. ഇവള് കോടീശ്വര വീട്ടിലെ മകളും അല്ല, ഇവളുടെ അച്ഛൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ വലിയ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇവള് ഒരു തേങ്ങാക്കൊല്ലി മേടിച്ചോണ്ട് തന്നില്ലായിരുന്നല്ലോ. ഇപ്പൊ അവള് മേടിച്ചോണ്ട് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ന് വർഷം അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേ ശ്രുതി വർഷയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. നീ എന്തിനാ അവളെ നോക്കി പേടിപ്പിക്കുന്നത്? അവള് പറഞ്ഞതും ശരി തന്നെയല്ലേ, നീ എന്റെ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ നോക്കുന്നത്, സ്വർണം കൊടുത്ത് എന്റെ വായ അടപ്പിക്കാൻ വേണ്ടി നോക്കുവാണല്ലേ. അങ്ങനെയൊക്കെ ചന്ദ്രൻ നിന്റെ വായ അടക്കാൻ വേണ്ടി പറ്റുമോ? അത് കുറച്ച് കഷ്ടമല്ലേ എന്ന് രവി കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ രവിയേട്ട ഒന്ന് ചുമ്മാതിരിക്കോ, എനിക്ക് ഇതൊന്നും വേണ്ട. ചന്ദ്ര ശ്രുതിയെ ഇങ്ങനെ ആട്ടുന്നുണ്ട്. പക്ഷെ അപ്പോഴും ശ്രുതി വിട്ടുകൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഞാനിത് ആന്റിക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്, എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തേനെ, ഇത് വേണോ വേണ്ടോ എന്നുള്ള കാര്യം ആന്റിക്ക് തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഇരിക്കുന്നതിന്റെ അവിടുത്തെ ടേബിളിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ ശ്രുതി. അത് വെച്ച് ശ്രുതി അങ്ങ് പോകുന്നുണ്ട്. ഇവളെന്തിനാടാ ഇത് ഇവിടെ വെച്ചിട്ട് പോയെന്ന് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ, അമ്മയ്ക്ക് വേണ്ടി മേടിച്ചതല്ലേ, അമ്മ അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവുന്ന ഉണ്ടാവും എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ, ഇത് ഇട്ടില്ലെങ്കിൽ ഞാൻ എന്താ ഭംഗിയില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? നീ എന്തിനാ ചന്ദ്ര ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടാ ശ്രുതി, അവൾക്ക് വേണ്ടെങ്കിൽ നീ അത് എടുത്തോണ്ട് പോടാ എന്ന് രവി ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മറിഞ്ഞു നിന്നുകൊണ്ട് ചന്ദ്ര അത് എടുക്കോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയണല്ലോ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പറഞ്ഞതുകൊണ്ട് തന്നെ ശ്രുതി അത് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ശ്രുതി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ചന്ദ്രനെ കൈ പിടിച്ചിട്ട് ഒറ്റ തിരിച്ചു മാറ്റലാണ്. അമ്മയ്ക്കല്ലേ വേണ്ടെന്ന് പറഞ്ഞത്, എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞതുള്ളൂ, പക്ഷെ അവള് നിനക്ക് വേണ്ടിയിട്ട് മേടിച്ചതല്ലോ, പിന്നെ നീ എന്തിനാടാ എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സച്ചി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്നിട്ട് രേവതി രേവതി എന്ന് പറഞ്ഞ് വിളിക്കുവാണേ. നീ എത്ര വിളിച്ചു കൂവിയിട്ടും കാര്യമില്ല, മഹാറാണി ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയാനുണ്ട് ചന്ദ്ര. അല്ല നിങ്ങൾ എന്താ എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോ ദാ അവിടെ ഒരു സ്വർണ്ണമാല ഉണ്ട്, ശ്രുതി ചേച്ചി അമ്മയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചതെന്നുള്ള കാര്യം പറയുവാണേ. ഉടനെ തന്നെ അത് എടുത്തു നോക്കുവാണ്. അങ്ങോട്ടേക്ക് രേവതിയും വരുന്നുണ്ട്. രേവതി, നിനക്ക് എന്തായാലും 100 ആയുസാണ്, ഇപ്പൊ നിന്നെ അമ്മ മഹാറാണിന്ന് വിളിച്ചതേ ഉള്ളൂ. അല്ല ഇതെന്താ സ്വർണ്ണാണോ? അതെ, പൗഡർ എടുത്തി അമ്മയുടെ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് സ്വർണം കൊടുക്കാൻ വേണ്ടി നോക്കുന്നു. സ്വർണം കൊടുത്തിട്ട് പക മാറ്റുക. അങ്ങനെയാണെങ്കിൽ രേവതി നീ ഒരു കാര്യം ചെയ്യേ, നീ ദിവസം 1 മുളം പൂ വീതം അമ്മയ്ക്ക് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് നിന്നോടുള്ള ദേഷ്യം കുറയെന്ന് പറയണേ. ഞാനെന്താ പൂവിനും അതുപോലെ സ്വർണത്തിനൊക്കെ ആഗ്രഹിച്ച് നടക്കുന്നവളാണെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? ഞാനേ ഒരുപാട് സ്വർണം കണ്ടവളാണ്. അങ്ങനെയാണെങ്കിൽ രേവതി നീ ഒരു കാര്യം ചെയ്യേ, ഈ സ്വർണം നീ എടുത്തോ. എനിക്കെന്തിനാ ഈ സ്വർണം? എനിക്കങ്ങനെ മറ്റുള്ളവരുടെ സാധനമൊന്നും വേണ്ട. നമ്മൾ അധ്വാനിച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മാത്രം മതി എനിക്ക്. അങ്ങനെ മറ്റുള്ളവർ മേടിച്ച സ്വർണ്ണമൊന്നും എനിക്ക് വേണ്ടാന്ന് രേവതി പറയുന്നുണ്ട്. അയ്യോ, ഈ സ്വർണത്തിന് അപ്പോ നാഥനില്ലാത്ത പോലെ ആയല്ലോ.
അങ്ങനെ അവള് മേടിച്ച സ്വർണ്ണം ഞാൻ എടുക്കണമെന്നൊന്നുമില്ല, പക്ഷേ എന്ന് കരുതിയിട്ട് അങ്ങനെ ആരും എടുത്തോണ്ട് പോകാന്നൊന്നും വിചാരിക്കൊന്നും വേണ്ട. ഓസിയിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നീ എടുത്തോണ്ട് പോവോടി എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുമില്ല, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങോട്ട് താടാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ആ സ്വർണ്ണം മേടിച്ചിട്ട് അങ്ങ് ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. ചന്ദ്ര ആദ്യമൊക്കെ ഒന്ന് ദേഷ്യം കാണിച്ചെങ്കിലും ചന്ദ്രയുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് അലിയുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവാണ് കേട്ടോ. അങ്ങനെ 2-3 ദിവസം കഴിയുമ്പോഴേക്കും ചന്ദ്രയ്ക്കും അതുപോലെ ഭാമയ്ക്കും ഒരു ഫംഗ്ഷൻ ഉണ്ടാവുകയാണ് കേട്ടോ, ഒരു ഫ്രണ്ടിന്റെ മാരേജ് ഫംഗ്ഷൻ. ആ മാരേജ് ഫംഗ്ഷന് പോകുന്ന സമയത്ത് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഈ സ്വർണത്തിന്റെ മാലയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അതും പുറത്ത് കാണുന്ന രീതിയിലൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുന്ന സമയത്താണ് വമ്പൻ ടെസ്റ്റ് നടക്കുന്നത്. ഈ സ്വർണം എന്ന് പറയുന്നത് നമ്മുടെ ആന്റണിക്ക് ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി കൊടുത്തതാണ്. ഇത് പുറത്ത് കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് പിടിക്കുന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ടാണ് ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ പണം മേടിച്ചത് കേട്ടോ. എന്നാൽ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയില്ലല്ലോ. ആന്റണിക്ക് തന്നോടുള്ള സ്നേഹം കൊണ്ടും ഫ്രണ്ട്ഷിപ്പ് കൊണ്ടും കൊടുത്തതാണെന്ന് വിചാരിച്ചിട്ടാണ് ചന്ദ്രമതിക്ക് അത് കൊണ്ടുപോയി കൊടുത്തത്. എന്നാൽ ചന്ദ്രമതി ഇനി സ്റ്റേഷനിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്ന അവസ്ഥയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ആ ഫംഗ്ഷന് പോയിട്ട് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ചന്ദ്രമതിയെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഈ മാലയുടെ ശരിയായ ഓണർ വരുമ്പോഴും ചന്ദ്രമതിയെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ചന്ദ്രമതിയുടെ കഴുത്തിലുള്ള മാല ശ്രദ്ധിക്കുന്നത് കേട്ടോ. എന്നിട്ട് മാലയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ ഓണർ ചോദിക്കുന്നുണ്ട്. ഇത് എന്റെ മരുമകള് എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചു തന്നതാണ്, ഏകദേശം 3 ലക്ഷത്തിലും മേലെ വില മതിക്കുന്ന മാലയാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതി ആ മലയെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്റെ മരുമകള് പാർലറിൽ ജോലി ചെയ്യാണ്, അവൾക്ക് വലിയ ഓർഡർ വന്നപ്പോൾ അവൾ എനിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചു തന്നതൊക്കെ ഭയങ്കര ഇതിലിങ്ങനെ പെരുമയോട് കൂടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ മാല ഒന്ന് ഞാൻ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു നോക്കുന്ന സമയത്ത് ആ മാലയുടെ പുറകില് ഇവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കറക്റ്റ് കാണുവാണ്. അപ്പോൾ അവർക്കത് ഉറപ്പായി അത് അവരുടെ മാലയാണെന്ന്. എൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് ദിവസം മുമ്പ് ഒരു മാല മോഷണം പോയിട്ടുണ്ടായിരുന്നു. ആ മാലയാണ് ഇതെന്ന് പബ്ലിക്കായിട്ട് വിളിച്ച് പറയണേ. തോന്നിയ ദിവസം വിളിച്ച് പറയരുത്. എൻ്റെ മരുമകള് എനിക്ക് വേണ്ടിയിട്ട് പണം കൊടുത്ത് മേടിച്ചു തന്ന മാലയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മാല നിങ്ങൾ മേടിച്ചതിന്റെ ബില്ല് നിങ്ങളെ മരുമകളെടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയാമെന്ന് പറയുകയാണേ. അത് ഞാൻ ഇപ്പൊ തന്നെ പറയാം. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കോ. ഇത് ഞാൻ പോലീസിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങളെ മരുമകളെടുത്ത് റെസിപ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി പറയൂ. അതേസമയം ഞാൻ പോലീസിനെ കൂടി വിളിക്കാം. കാരണം മറ്റൊന്നുമല്ല, ഈ മാലയുടെ മേലിൽ എന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുവാണേ. അത്രയും വലിയൊരു ഫംഗ്ഷൻ നടക്കുന്നതിന്റെ ഇടയ്ക്ക് പോലീസ് കേസ് അത് ഇതൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിൽ അവർ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ ഒരു പ്രശ്നം ആക്കരുത്, നമുക്ക് പ്രശ്നം സംസാരിച്ച് തീർക്കാം എന്നുള്ള കാര്യം. നിങ്ങൾക്ക് അത്ര സംശയമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ എന്റെ മരുമകളെ വിളിക്കാം, എന്നിട്ട് മേടിച്ചതിന്റെ റെസിപ്റ്റ് കൊണ്ടുവരാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാന്ന് പറയണം. അങ്ങനെ ചന്ദ്ര വിളിക്കുന്ന സമയത്ത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ റെസിപ്റ്റ് ഒന്നുമില്ല ആന്റി, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചെന്ന് പറയുന്നുണ്ട്. തന്നെ ചന്ദ്രയ്ക്ക് ചെറിയ സംശയമൊക്കെ അങ്ങനെ തോന്നി തുടങ്ങുന്നുണ്ട്. അങ്ങനെ അവരാണെന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലോ കറക്റ്റ് ഈ പേര് തന്നെയാണ്, അവരുടെ പേരും അത് തന്നെയാണെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ ആ മാല ചന്ദ്രയ്ക്ക് അവിടെ നിന്ന് തിരിച്ചു കൊടുക്കേണ്ടി വരികയാണ്. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചന്ദ്ര കയറേണ്ടി വരും എന്നൊരു അവസ്ഥ വരുന്ന സമയത്ത് ശ്രുതി തന്നെ പറ്റിച്ചതാണ് എന്നും എവിടുന്നോ മോഷ്ടിച്ചുകൊണ്ട് വന്ന സ്വർണ്ണമാണ് തനിക്ക് തന്നതെന്നുള്ള കാര്യം അറിഞ്ഞിട്ടാണ് കല്യാണ വീട്ടിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നത്. വീട്ടിലേക്ക് ചന്ദ്ര എത്തുമ്പോ നമ്മുടെ ശ്രുതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ചന്ദ്രയെ സോപ്പിട്ടിട്ട് ദേഷ്യം കുറയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ ചന്ദ്രയുടെ ദേഷ്യം അങ്ങ് ഇരട്ടിയാവാണ്. ശ്രുതി കാരണം ചന്ദ്ര പോലീസ് സ്റ്റേഷനിൽ ഒരു കള്ളത്തിയെ പോലെ പോയി നിൽക്കേണ്ട അവസ്ഥ വരുമായിരുന്നല്ലോ. ആ മാല തിരിച്ചു തൊടിച്ചതുകൊണ്ട് മാത്രമാണ് ചന്ദ്ര തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടത്. ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചന്ദ്ര വീട്ടിലെത്തുമ്പോൾ ശ്രുതി അവിടെ ഇല്ല. ഇവള് വരുന്നത് നോക്കിയിട്ട് ചന്ദ്ര ഇങ്ങനെ കലിപ്പിൽ ഇരിക്കുവാണേ. ചന്ദ്രൻ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അമ്മ പുറത്തു പോകണമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ, പോയിട്ട് വന്നോന്ന് ചോദിക്കുവാണേ. അത് കേട്ട ഉടനെ തന്നെ ശ്രുതി വന്നു എന്നുള്ള കാര്യം ചന്ദ്രയ്ക്ക് മനസ്സിലാവാണല്ലോ. ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുവാണേ. വരുന്ന സമയത്ത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മാല കൊടുത്തപ്പോ സ്വീകരിച്ചല്ലോ, ഇനി അടുത്ത സോപ്പിടാന്ന് വിചാരിച്ചിട്ട് ഒരു സാരിയും കൂടി മേടിച്ചിട്ടാണ് കേട്ടോ വന്നത്. ഓൺലൈനിൽ ഒരു സാരി കണ്ടപ്പോ അത് ആന്റിക്ക് സൂപ്പർ ആയിരിക്കും എന്നുള്ള കാര്യം തോന്നി, അതുകൊണ്ട് മേടിച്ചിട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് ആ സാരി നീട്ടുവാണ് കേട്ടോ. ഉടനെ തന്നെ ചന്ദ്രമതി ആ സാരി മേടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന്റെ കവറൊക്കെ വലിച്ചങ്ങ് കീറുവാണേ. ആ സാരി അങ്ങ് എടുത്തതിന് ശേഷം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടോ, ഇത് നീ മേടിച്ചതാണോ അല്ലെങ്കിൽ മോഷ്ടിച്ചതാണോ എന്ന്. ആന്റി എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോഴേക്കും സാരി അങ്ങ് മുഖത്തേക്ക് ഒരു ഒറ്റ ഏറ് കൊടുക്കുകയാണ് കേട്ടോ ചന്ദ്ര. അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആന്റി എന്താ ഇങ്ങനെ ചെയ്യുന്നത്, ആന്റിക്ക് വേണ്ടിയിട്ട് ഞാൻ നോക്കി നോക്കി മേടിച്ചതാന്ന് പറയുമ്പോ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നിട്ട് അരികിലെത്തുമ്പോ നീ ഇത് നോക്കി നോക്കി മേടിച്ചതാണോ അതോ ഭയന്ന് മോഷ്ടിച്ചതാണോ? ആന്റി എന്താ ആന്റി ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാനിത് ഓൺലൈനിൽ മേടിച്ചതാണ്, ആന്റി ഉടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നീ ഈ കഥയൊന്നും എന്റെ അടുത്ത് ഇറക്കാൻ വേണ്ടി നിൽക്കണ്ട. ഇത് നോക്ക്, നീ പറയുന്ന കള്ളത്തരങ്ങളെല്ലാം വിശ്വസിച്ച് നടക്കുന്ന ചന്ദ്രയല്ല ഇത്. നിന്റെ കയ്യിൽ കള്ളവും കാപ്പട്ടിയും എല്ലാ സംഭവം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഇന്നെന്തായാലും എനിക്ക് നീ ഒരു മോഷ്ടാവും കൂടിയാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്നിട്ട് ശ്രുതിയുടെ കയ്യിലുള്ള ആ സാരി വെച്ചിട്ട് ശ്രുതി എങ്ങനെ അടിക്കുവാണേ. അപ്പോഴേക്കും കാര്യങ്ങൾ വഷളാവുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് സച്ചിയാണെങ്കിൽ അച്ഛാ ഓടിവാ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുവാണേ.
അങ്ങനെ രവി വരുന്ന സമയത്ത് അടിക്കുന്നതാണല്ലോ കാണുന്നത്. ചന്ദ്രൻ നിർത്ത് എന്തിനാ ശ്രുതിയെ അടിക്കുന്നതെന്ന് ചോദിക്കുവാണ്. എന്നിട്ട് ശ്രുതിയോട് അങ്ങ് മാറിയിരിക്കാൻ വേണ്ടിയിട്ട് പറയുവാണേ. ചന്ദ്രൻ, നീ എന്തിനാ ശ്രുതിയെ അടിക്കുന്നത്? പിന്നെ അടിക്കാതെ ഞാൻ അവളെ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥ വന്നേനെ. അയ്യോ അമ്മ, അതെന്താ അമ്മ അങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രുതി. നീ ഇവളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നീ ഏതെങ്കിലും ജയിലിൽ പോയി കിടക്കേണ്ടി വരും. മാറി നിക്കടാ ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അരികിൽ നിന്നും ശ്രുതിയെ വലിച്ചങ്ങ് മാറ്റുന്നുണ്ട് കേട്ടോ ചന്ദ്ര. അമ്മ എന്താ ജയില് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത്? കാര്യങ്ങളൊന്ന് തെളിച്ചു പറയാൻ ശ്രീകാന്ത് പറയുമ്പോൾ ദേ നിൽക്കുന്ന മലേഷ്യക്കാരി, ഇവൾക്ക് കള്ളം പറയാൻ മാത്രമേ അറിയുള്ളൂ എന്നാ ഞാൻ വിചാരിച്ചത്. എന്നാ ഇവക്ക് നല്ല മോഷ്ടിക്കാനും അറിയാന്നാ തോന്നുന്നത്. ഇവള് മേടിച്ചോണ്ട് തന്നിരിക്കുന്ന ആ മാലയുണ്ടല്ലോ, ഇവളെവിടുന്ന് മോഷ്ടിച്ചോണ്ട് വന്ന? അയ്യോ ആന്റി, ഇല്ല ആന്റി, ഞാന് ആ മാല പണം കൊടുത്ത് തന്നെയാ മേടിച്ചെന്ന് ശ്രുതി പറയുന്നുണ്ട്. പിന്നെ കുറെ പണം കൊടുത്തു. ഇന്ന് ഞാനൊരു ഫംഗ്ഷന് പോയില്ലേ, ആ മാല ഇട്ടിട്ട് അവിടെ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അറിയോന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയാട്ടോ. ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങളാണ് കൂടുതലായിട്ട് മോഷ്ടിക്കുന്നത്. അങ്ങനെ ചന്ദ്രയെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് അപമാനിച്ച ആ കാര്യങ്ങളൊക്കെ ചന്ദ്ര വീട്ടിൽ പറയാണ് കേട്ടോ. അവിടെ ഞാൻ എല്ലാവരുടെ മുമ്പിലും തലകുനിച്ചു നിന്നു. അവിടുന്ന് ആ പെണ്ണുങ്ങൾ എന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് വിടുമായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഓ, അപ്പൊ അത് മോഷ്ടിച്ച മാലയായിരുന്നു എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ഓ, കറക്റ്റ് ആയിട്ട് ആ ലേഡിയാണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനും വന്നല്ലോ. അമ്മ എന്തായാലും പറഞ്ഞതുപോലെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടിട്ട് എങ്ങോട്ട് വന്നത്. ഇല്ലെങ്കിലൊന്ന് ചോദിക്കുമ്പോ ഇല്ലെങ്കിൽ എന്താ, അമ്മയുടെ മേല് പോലീസ് കേസ് എടുക്കുമായിരുന്നു. നീ ഒരുപാട് നാളായല്ലടി കാത്തിരിക്കുന്നു. നിന്നെ അടിച്ചതിന് നീ എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട്. അയ്യോ ആന്റി, അങ്ങനെയൊന്നുമില്ല. ഇത് മോഷ്ടിച്ച സ്വർണ്ണാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ ഒരാളുടെ അടുത്ത് നിന്ന് പണം കൊടുത്തിട്ടാണ് ഇത് മേടിച്ചത്. നീ ചുമ്മാ കള്ളൊന്നും പറയണ്ടടി. ആ പെണ്ണിന്റെ പേരും അതുപോലെ ഇനീഷ്യലും എല്ലാം ആ മാലയുടെ പുറകിലുണ്ടായിരുന്നു. റോഡിൽ പോകുന്ന സമയത്ത് ആരോ ഒരാൾ മോഷ്ടിച്ചു എന്നുള്ള കാര്യം ആ സ്ത്രീ പറഞ്ഞു. അത് നീ ആയിരുന്നു അല്ലേടി? ആന്റി, സത്യമായിട്ടും ഞാൻ ഒരാളടുത്ത് പണം കൊടുത്തിട്ടാണ് മേടിച്ചത്, അല്ലാതെ മോഷ്ടിച്ചിട്ടൊന്നുമല്ല എന്ന് കരഞ്ഞുകൊണ്ട് ശ്രുതി പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇങ്ങനത്തെ ഒരു വേദിയിൽ പോയിട്ട് നാണം കെടാൻ വേണ്ടിയിട്ട് നീ മനഃപൂർവ്വം ചെയ്തതല്ലേടി ഇതെന്നൊക്കെയാണ് കേട്ടോ ചന്ദ്ര ചോദിക്കുന്നത്. എനിക്ക് അറിയുന്ന ഒരാളടുത്ത് നിന്ന് പണം കൊടുത്ത് മേടിച്ചതാണ്. അവർക്ക് പണത്തിന് അർജന്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പണം കൊടുത്ത് മേടിച്ചത്. ആന്റിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ സ്വർണം മേടിച്ചത്, അല്ലാതെ മോഷ്ടിച്ചിട്ടൊന്നുമല്ല. നിങ്ങളെല്ലാവരും എന്നെ വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. ഒരിക്കലും ആന്റിയെ നാണം കെടുത്തണമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തത്. സോറി ആന്റി എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ വർഷ ചോദിക്കുന്നത്, അല്ല ശ്രുതി ചേച്ചി, ഇങ്ങനെ സ്വർണത്തിന്റെ ആക്ച്വൽ പ്രൈസ് നിന്ന് കുറച്ചിട്ട് ആരെങ്കിലും സ്വർണം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം ആലോചിച്ചാ പോരെ? ഇങ്ങനെ മോഷ്ടിച്ച ആൾക്കാരല്ലേ അവർ കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് ഒഴിവാക്കുക, അതുപോലും ചേച്ചിക്ക് അറിയില്ല എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. ശ്രീകാന്ത്, നീ പറഞ്ഞത് ശരി തന്നെയാണ്. മോഷ്ടിച്ച സ്വർണ്ണമാണെന്നുള്ള കാര്യം അറിയാതെയാണ് പലരും ഇതിനകത്ത് ചെന്ന് പെടുന്നത്. ഞങ്ങളും ഒരു തവണ സ്വർണം വിൽക്കാൻ വേണ്ടിയിട്ട് സ്വർണത്തിന്റെ കടയിൽ ചെന്നപ്പോഴാണല്ലോ അറിയുന്നത് അത് ഗോൾഡ് കവറിംഗ് ആണെന്നുള്ള കാര്യം. ഇവിടുന്നാണ് ആ സ്വർണം മാറിയെന്നുള്ള കാര്യം ഞാൻ രേവതി പറയുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ എന്താടി നീ കുത്തി കാണിക്കാണോ? എന്നോട് ഇത് ചെയ്തതിന് നിങ്ങൾക്ക് ഇത് വേണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നീ പറയാതെ പറയുവാണല്ലേടി? ഇത് കേട്ട ഉടനെ നമ്മുടെ സച്ചിയും പറയുന്നുണ്ട്, അങ്ങനെ തന്നെ വെച്ചോളൂ നിങ്ങള്. അതെ, അങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾ കൂട്ടിക്കോ. എന്തായാലും നാണം കെട്ട സമയത്ത് പെട്ടെന്ന് തന്നെ ആ നാണക്കേട് മാറില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോ നിങ്ങൾക്ക് ആ ഒരു അവസ്ഥ വന്നപ്പോ എത്രയാണ് ഇതിന്റെ സുഖം എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? അന്ന് എല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെയല്ലേ ഞങ്ങളുടെ കയ്യിൽ ആ സ്വർണ്ണം തന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഞങ്ങളും ഇതുപോലെ തന്നെയല്ലേ ചെന്ന് നാണം കെട്ടിട്ടുണ്ടായിരുന്നത്. അത് കേട്ടപ്പോ ചന്ദ്രയ്ക്ക് വായ തുറക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണല്ലോ. പക്ഷെ ശ്രുതിയോടുള്ള ദേഷ്യം വീണ്ടും കൂടുവാണേ. കണ്ടില്ലേ, ഇവരുടെ മുമ്പിലൊക്കെ ഞാൻ ഇതെല്ലാം കേട്ട് നിൽക്കണ്ട. നീ ഒരൊറ്റ ഒരുത്തി കാരണം ഞാൻ എല്ലാവരുടെ മുമ്പിലും നാണം കേട്ട് നിൽക്കുവാണ്. ഉടനെ തന്നെ രവി പറയുന്നുണ്ട്, നീ അന്ന് അറിഞ്ഞുകൊണ്ടാണ് ചന്ദ്രയെ ആ തെറ്റ് ചെയ്തത്. ഇപ്പോ ശ്രുതി ചെയ്തത് അറിയാതെയാണ്. ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എന്ന് രവിയും പറയാണ് കേട്ടോ. പിന്നെ ചന്ദ്രയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കയറി പോവാണ്. കാരണം ശ്രുതിയുടെ അടുത്ത് മെക്കെട്ട് കയറാൻ പറ്റില്ല. താൻ ഇതിനു മുമ്പ് ഇതേ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. മറ്റുള്ളവരടുത്ത് ചെയ്യുന്ന സമയത്ത് എന്താണ് അതിന്റെ ഒരു ഫീൽ എന്ന് സ്വയം അനുഭവിക്കുമ്പോഴല്ലേ ചന്ദ്രയ്ക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ചന്ദ്ര ശരിക്കും പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കേണ്ട അവസ്ഥയായിരുന്നു. പക്ഷെ തൽക്കാലം രക്ഷപ്പെട്ടു.